ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഡേ 24ഉം 25ൻ്റെയും കൂടി ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ഒരു 15 ക്വസ്റ്റ്യനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ക്ലാസ് കാണാത്തവർ എന്ത് ചെയ്യുക, ക്ലാസ് കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ 5ാം ക്ലാസ്സിലെ സയൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ക്ലാസ് 5 സയൻസ് എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്ലാസ് 5 സോഷ്യൽ, അതേപോലെ ക്ലാസ് 6 സയൻസും ക്ലാസ് 6 സോഷ്യലും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ക്ലാസ് വൈസ് ഞാൻ നേരത്തെ ആഡ് ചെയ്തിരുന്നത് ക്ലാസ് 5 എന്ന് മാത്രം ഇട്ടിട്ട് സയൻസ് സോഷ്യൽ എല്ലാം കൂടി മിക്സ് ആക്കിയാണ് പ്ലേലിസ്റ്റ് ഇട്ടിരുന്നത്. ഇപ്പോൾ അത് സയൻസും സോഷ്യലും എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്നവർ അങ്ങനെ കയറി കണ്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം. ഓക്കെ ആണല്ലോ. മോക്ക് ടെസ്റ്റ് എപ്പോഴും നമ്മുടെ SCRT ടൈം ടേബിൾ എന്നുള്ളതിൽ മോക്ക് ടെസ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. വരക്കാം, വായിക്കാം. ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. ഭൂമിയെ ഉത്തരാർദ്ധഗോളം എന്നും ദക്ഷിണാർദ്ധഗോളം എന്നിങ്ങനെ തിരിക്കുന്ന രേഖ ഏത്? അപ്പൊ നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് അല്ലെ, ഈ ഭൂമിക്ക് കുറേ സാങ്കല്പിക രേഖയുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിനെ ഭൂമിയെ എന്താണ് ഇങ്ങനെയാണ് തിരിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉത്തരാർദ്ധഗോളം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ദക്ഷിണാർദ്ധഗോളം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയും കൂടി തിരിക്കുന്നുണ്ട് അല്ലെ. ഇതെന്താണ്, ഇത് പടിഞ്ഞാറേ അർദ്ധഗോളം എന്നും ഇത് കിഴക്കേ അർദ്ധഗോളം എന്നും പറയും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്, ഉത്തരാർദ്ധഗോളം എന്നും ദക്ഷിണാർദ്ധഗോളം എന്നും തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, അത് ഭൂമധ്യരേഖയാണ്. പ്രൈമറിഡിയൻ ഏതാണ്, ഇതാണ് പ്രൈമറിഡിയൻ. ഉത്തരായന രേഖ എന്ന് പറയുന്ന ഏതാണ്, 23.5 ഡിഗ്രി വടക്കും. ദക്ഷിണായന രേഖ എന്ന് പറയുന്ന 23.5 ഡിഗ്രി തെക്കുമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരാണ് എന്താ, കാർട്ടോഗ്രഫി. കാർട്ടോഗ്രാഫർ ആരാണ്, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് കാർട്ടോഗ്രാഫർ എന്നുള്ളത്. അപ്പൊ കാർട്ടോഗ്രാഫിയാണ് എന്ത്, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കാൻ അംഗീകാരമുള്ള കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ് ഏത്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, നാഷണൽ അറ്റ്ലസ് ആൻഡ് തീമാറ്റിക് മാപ്പിംഗ് ഓർഗനൈസേഷൻ, സർവേ ഓഫ് ഇന്ത്യ. ഏതാണ്, സർവേ ഓഫ് ഇന്ത്യ ആണ്. ആസ്ഥാനം എവിടെയാണ്, ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്നും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂപടങ്ങളിലും ഗ്ലോബുകളിലും ജലാശയങ്ങൾ സൂചിപ്പിക്കാൻ, ജലാശയം നമുക്കറിയാം അല്ലെ, എന്ത് കളറായിരിക്കും, നീല കളറായിരിക്കും. നീലാകാശം, നീലക്കടൽ അല്ലെ. അപ്പൊ എന്താണ്, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമിയാണ്. പക്ഷെ ഇവിടെ ഏതാണ്, ജലാശയങ്ങൾ നമുക്കറിയാം നീലയാണ്. നമ്മുടെ മാപ്പ്, ഒരു ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം ഭാഗവും എന്താണ്, നീലയായിട്ടാണ് കാണപ്പെടുന്നത്. ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഏറ്റവും വലിയ സമുദ്രം, അത് പസഫിക് ഓഷ്യൻ ആണ്. പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം, ഇതെല്ലാം വ്യക്തമായിട്ട് പഠിക്കണേ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ അതേ കിടക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ. അതിന്റെ കിഴക്ക് ഭാഗം എന്നിപ്പോ ചോദിക്കുമ്പോൾ ഇതാണ്. അതിന്റെ കിഴക്ക് ഭാഗം ഏതാണ്, ഓസ്ട്രേലിയ ആണ്. ഈ തന്നിരിക്കുന്ന രേഖ ഏതാണ്, ഈ തന്നിരിക്കുന്നതിനെയാണ് 180 ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്, 180 ഡിഗ്രിയാണ്. 180 അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നൊക്കെ അറിയപ്പെടുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഏതാണ്, ഓസ്ട്രേലിയ ആണ്. ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡം ഏത്? ഉത്തരാർദ്ധഗോളത്തിലും ഉണ്ടാകണം, ദക്ഷിണാർദ്ധഗോളത്തിലും. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അത് ഏതാണ്, ആഫ്രിക്കയാണ് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും വ്യാപിച്ചു കിടക്കുന്നത്. അതൊക്കെ നമ്മൾ ആ ക്ലാസ്സിലെ നോട്ടൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിയായ ജോഡി ഏത്? ഉത്തരായന രേഖ 23.5 ഡിഗ്രി തെക്ക് ആണോ? അല്ല, ഉത്തരായന രേഖ അതിവിടെയാണ്, 23 ഡിഗ്രി വടക്കാണ്. ദക്ഷിണായന രേഖ 23 ഡിഗ്രി വടക്ക്, ഇതും തെറ്റാണ്. ആർട്ടിക് വൃത്തം 66 ഡിഗ്രി വടക്കിനെയാണ് നമ്മൾ ആർട്ടിക് വൃത്തം എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ 180 ഡിഗ്രി ആണോ? അല്ല, ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ എത്രയാണ്, അത് 0 ഡിഗ്രിയാണ്. 180 ഉണ്ടോ ഇതില്? നമ്മുടെ അക്ഷാംശ രേഖ നമ്മൾ 90 ഡിഗ്രി വരെ പറയുന്നത് അല്ലെ. നമ്മൾ രേഖാംശ രേഖ വരുമ്പോഴാണ് 180 ഡിഗ്രി വരുന്നത്. ഇപ്പൊ ഇവിടെ ശരിയായ ജോഡി ചോദിക്കുമ്പോൾ 66 ഡിഗ്രി വടക്കാണ്. ഉണ്ടോ, ഇതാണ് ഈ പറയുന്നത്. 66 ഡിഗ്രി വടക്ക് ആർട്ടിക് വൃത്തം, 23 ഡിഗ്രി വടക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ, 0 ഡിഗ്രി ആണെങ്കിൽ ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ, 23 ഡിഗ്രി തെക്കാണെങ്കിൽ ദക്ഷിണായന രേഖ, 66 ഡിഗ്രി തെക്കാണെങ്കിൽ അത് അന്റാർട്ടിക് വൃത്തമാണ്. GISന്റെ പൂർണ്ണ രൂപം എന്താണ്? ജിയോളജിക്കൽ ഇൻഫർമേഷൻ സയൻസ്, ഗ്ലോബൽ ഇമേജിംഗ് സിസ്റ്റം, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ജനറൽ ഇൻഫ്രാസ്ട്രക്ചർ സർവേ. ഏതാണ്? ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് GISന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്.
അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത് 0 ഡിഗ്രി അക്ഷാംശ രേഖ, 0 ഡിഗ്രി രേഖാംശം, 150 ഡിഗ്രി രേഖാംശം, 150 ഡിഗ്രി അക്ഷാംശം. ഇങ്ങനെ ഒരു സാധനമേ ഇല്ല. 0 ഡിഗ്രി അക്ഷാംശ രേഖയെ അറിയപ്പെടുന്ന പേരെന്താണ്? ഭൂമധ്യരേഖ, അല്ലെ? 0 ഡിഗ്രി രേഖാംശ രേഖയാണെങ്കിൽ അതിനറിയപ്പെടുന്ന പേരാണ് പ്രൈം മെറിഡിയൻ. പ്രൈം മെറിഡിയൻ. 150 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ്. പ്രതലത്തിന്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ 3ആയി തിരിക്കുന്നു. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? സിലിണ്ടറിക്കൽ പ്രക്ഷേപം, ശീർഷതലം, കോണിക്കല്, പോളിസിലിണ്ടറിക്കൽ. ഏതാണ്? അത് പോളിസിലിണ്ടറിക് ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട്. 3 ഉണ്ട്. സിലിണ്ടറിക്കൽ ഉണ്ട്, ശീർഷതലമുണ്ട്, കോണിക്കലുണ്ട്. ഇങ്ങനെയാ പറഞ്ഞത്. ആദ്യം ഇതൊരു മാപ്പ് ആണെങ്കിൽ ഇതിന് ഇങ്ങനെ ചുറ്റി ഒരു പേപ്പർ വെക്കും, അല്ലെ? നമ്മളിത് ഇങ്ങനെ ചുറ്റി ഒരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്? അത് സിലിണ്ടറിക്കലാണ്. ശീർഷതലം എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ട് വെട്ട പിടിപ്പിച്ച് അതിൽ വരയ്ക്കുന്നത്. ഇനി കോണിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? പേപ്പർ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ മധ്യ അക്ഷാംശ പ്രദേശങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കോണിക്കൽ പ്രക്ഷേപം വെച്ചിട്ട്. ഓക്കെ. ധ്രുവ പ്രദേശങ്ങളാണെങ്കിൽ ഏതായിരിക്കും? ശീർഷതലമായിരിക്കും. ഓക്കെ ആണല്ലോ. പൊതുവെ ധ്രുവപ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രക്ഷേപ രീതി ഏതായിരിക്കും? സിലിണ്ടറിക്കൽ, ശീർഷതലം, കോണിക്കൽ. ഈ ശീർഷതലം കോണിക്കൽ വരുമ്പോൾ തിരിഞ്ഞു പോകരുത്. ശീർഷതലം എന്ന് പറയുമ്പോൾ അറിയാം, ശീർഷത്തിലാണ് പേപ്പർ വെക്കുന്നത്. അപ്പൊ അവിടെയാണ് എന്താ? ധ്രുവപ്രദേശങ്ങളുള്ളത്. അപ്പൊ അതേതാണ്? ഓപ്ഷൻ ബി, ശീർഷതല പ്രക്ഷേപമാണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക അറിയപ്പെടുന്ന പേരാണ് ഗ്രാറ്റിക്യൂൾ, അളവുകോൽ, സ്കെയില്, ഗ്രാറ്റിറ്റ്യൂഡ്. ഏതായിരിക്കും അത്? ഗ്രാറ്റിക്യൂൾ. നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജാലിക എന്ന് പറയും, അല്ലെ? ഗ്രാറ്റിക്യൂൾ ആണ്. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് എന്ത്? അർദ്ധവൃത്തം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിനെ എന്താ പറയുന്നത്? രേഖാംശ രേഖകളാണ്. ഏറ്റവും ഇതിലെ എല്ലാ ആൻസറും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു മാർക്ക് കൊടുക്കാവുള്ളേ. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതാണ്? ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്ത് ഏതായിരിക്കും? അത് ഉത്തരാർദ്ധഗോളം. അപ്പൊ ഇവിടെ ഏതായിരിക്കും? ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗമാണ് എന്ത്? ദക്ഷിണാർദ്ധഗോളം എന്ന് പറയുന്നത്. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് എന്ത് പറയുന്നത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രൈം മെറിഡിയൻ. ഓക്കെ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്ന ഏതാണ്? 150 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത്. കണ്ടോ? ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സ്ഥാനം നിർണ്ണയിക്കുന്നത്. പ്രധാനമായ രേഖാംശ രേഖകൾ ഏതാണ്? 0 ഡിഗ്രിയും 150 ഡിഗ്രിയും. 1 ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം നമ്മൾ 360 രേഖാംശ രേഖകളാണ് നമ്മൾ വരയ്ക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 15 ക്വസ്റ്റ്യൻ. 15-ൽ എത്ര മാർക്ക് കിട്ടി എന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അതേപോലെ തന്നെ നമുക്ക് ഇനി എന്താണ് 7ാം ക്ലാസ്സിലും ഇതേപോലെ ഭൂപടവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്